എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ാം വാക്യവും 13-ാം വാക്യവും. അപ്പോസ്തല പ്രവൃത്തി 1:4-13. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 13-ാം വാക്യം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഭൂമിയിൽ, സഭയിലും സമൂഹത്തിലും വ്യക്തികളിലും വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ ചില വ്യവസ്ഥകളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അതിലാണ് 1:4 വാക്യം നമ്മൾ വായിച്ചത്. അതായത് ഫലകരമായ ക്രിസ്തീയ സാക്ഷ്യത്തിന് പരിശുദ്ധാത്മദാനം തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് സാക്ഷ്യത്തിന് നമ്മെ സജ്ജമാക്കുന്നതും ശക്തീകരിക്കുന്നതും. പരിശുദ്ധാത്മാവ് ആ വിധം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ അതിനു മുൻപ് ചില കാര്യങ്ങൾ അനിവാര്യമാണ്. അതിലൊന്ന് കാത്തിരിക്കുക എന്നാണ്. പരിശുദ്ധാത്മദാനത്തോടനുബന്ധിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാത്തിരിപ്പ്. നിശ്ചിത സമയം വേർതിരിച്ച് വിനിയോഗിക്കുന്നതിനെ കുറിക്കുന്നതിനായിട്ടാണ് പലപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. എന്നാൽ ദൈർഘ്യത്തെ അല്ല, അനുഭവത്തെയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഒരുക്കവും ശുദ്ധീകരണവുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഒരതിഥിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് കരുതുക. മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് സ്വാഭാവികമായി അതിനടുത്ത ശുചീകരണവും ക്രമീകരണവും എല്ലാം നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള ശുദ്ധീകരണവും ക്രമീകരണവും പരിശുദ്ധാത്മദാനത്തിനായും നമ്മൾ ചെയ്യണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾക്കത് വായിക്കാം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മദാനത്തിന് മുൻപ് ശുദ്ധീകരണം കൂടിയേ തീരൂ. കാൽവറി പ്രെസിഡ്സ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റിന് മുൻപ് ഒരു കാൽവറി ഉണ്ട്. കാൽവറി കൂടാതെ, ശുദ്ധീകരണം കൂടാതെ പെന്തക്കോസ്ത് പരിശുദ്ധാത്മദാനം അനുഭവമാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കാൽവറിയുടെ അനുഭവം നൊമ്പരത്തിൻ്റെയും വേദനയുടെയും മാറ്റപ്പെടലുകളുടെയും ഒക്കെ ഒരു അനുഭവമാണ്. കാൽവറിയുടെ നൊമ്പരമില്ലെങ്കിൽ പെന്തക്കോസ്റ്റ് എന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. ദൈവഹിതം തിരിച്ചറിയാനുള്ള മുഖാന്തരമാണ് കാത്തിരിപ്പ്. തിരിച്ചറിയുക മാത്രമല്ല, അതിനായി സമ്പൂർണ്ണമായി തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു പാട്ട് നമുക്ക് അറിയാവുന്നത്, ഹാവ് ദൈൻ ഓൺ വേ ലോർഡ്. നിന്നിഷ്ടം ദേവ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും, നിന്നിഷ്ടം പോലെ ആക്കുകന്നെ. ദൈവം തൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി ഉപയോഗിച്ചിട്ടുള്ളവരെല്ലാം ദൗത്യ നിർവഹണത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് കാത്തിരുന്നു. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയ അനുഭവം തിരുവചനത്തിലുണ്ട്. സ്നാപക യോഹന്നാൻ്റെ മരുഭൂമി വാസവും 40 പ്രവാസം യേശു മരുഭൂമിയിൽ ചിലവഴിച്ചതുമെല്ലാം ഈ ഒരു സമയത്ത് സ്മരണീയമാണ്. ലൂക്കോസ് 1:80 വാക്യം, ഇത് മത്തായി 4:1. കർത്താവ്
മരുഭൂമിയിൽ 40 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് ക്രൂശിലേക്കുള്ള യാത്രയിൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കുറച്ചും കൂടെ ബലപ്പെടുത്തുന്നതിനാണ്. പൊന്ന് തീയിൽ ഉരുക്കി കീടമെല്ലാം കളഞ്ഞ് ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെടുന്ന അവസരം. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയ ജനത്തോടൊന്നിച്ച് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കണമെന്നുള്ള സ്വാഭാവികമായ മോശയുടെ ഒരു താല്പര്യം, അതൊരു ഒടുങ്ങാത്ത താല്പര്യമായിരുന്നു. പക്ഷേ ദൈവം അനുവദിച്ചില്ല. 120 വയസ്സുണ്ടായിരുന്നിട്ടും കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നിട്ടും തൻ്റെ അപേക്ഷ ദൈവം അനുവദിച്ചില്ല. മറുതലിക്കാതെ അവൻ ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചു. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. രണ്ടാമത് നമ്മൾ വായിച്ചത് 12-ാം വാക്യമാണ്. മാളിക മുറിയിൽ കാത്തിരിക്കുക. പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഇടം എന്നതിനേക്കാൾ അനുഭവത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ചില ദിവസങ്ങൾക്ക് മുൻപ് യേശുവിനോടൊന്നിച്ച് അന്ത്യത്താഴം കഴിച്ച ഇടമാണ് ഈ മാളിക മുറി. അന്ന് മാത്രമല്ല, മുൻപും പല പ്രാവശ്യം യേശുവുമായി സമയം വിനിയോഗിച്ച മുറിയായിരുന്നത്. യേശുവിനെ അവസാനമായി കണ്ടതും തൊട്ടതും ഇടപെട്ടതും ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ടതുമെല്ലാം അയവിറക്കുന്ന സ്ഥലമാണ് മാളിക മുറി. നമ്മുടെ മാതാപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞ് അവർ പാർത്തിരുന്ന ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മിൽ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. ഏതാണ്ട് അതേ അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ഇവിടെ ഉണ്ടായത്. ആ മാളിക മുറിയിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ആവർത്തിച്ച അനുഭവമായ അവസരമായിരുന്നു വീണ്ടും അവിടെ നിന്ന് ലഭിച്ചത്. മാനസാന്തരം ഒരിക്കലായി ഉണ്ടായാൽ പോരാ, അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്. സക്കായിയെക്കുറിച്ചൊരു പാരമ്പര്യ കഥയുണ്ട്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മാനസാന്തരത്തിന് ശേഷം ചില ദിവസങ്ങളിൽ അവൻ അപ്രത്യക്ഷനാകുമായിരുന്നു. എവിടെയാണ് പോയതെന്ന് ആർക്കും നിശ്ചയമില്ല. കുറേ കഴിഞ്ഞ് മടങ്ങി വരും. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അപ്രത്യക്ഷനാകും. പല പ്രാവശ്യം ആയപ്പോൾ അവൻ എവിടെയാണെന്ന് അന്വേഷണം ആരംഭിക്കാൻ തുടങ്ങി ചിലർ. അപ്പോൾ യേശു അവനെ ആദ്യം കണ്ടുമുട്ടി വിളിച്ചിറക്കിയ അത്തിയുടെ ചുവട്ടിൽ ചില്ലികളിൽ നോക്കി സക്കായി അങ്ങനെ നിൽക്കുകയാണ്. തോളിൽ തട്ടി എന്താണ് ഇവിടെ എന്ന് ആരാഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു, അതാ ആ കൊമ്പിൽ ഞാൻ ഇരുന്ന സമയത്താണ് യേശു ഇവിടെ നിന്ന് എന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയത്. അപ്പോൾ വിളിയും തിരഞ്ഞെടുപ്പും ഒന്നുകൂടെ ഉറപ്പാക്കാനാണ് വീണ്ടും ഞാൻ ഇവിടെ വരുന്നത്. അതുകൊണ്ട് മാനസാന്തരം ഒരിക്കലായി ഉണ്ടായാൽ പോരാ, അത് ഒരു പ്രോസസ്സായിരിക്കണം. യാക്കോബിൻ്റെ ജീവിതവും ഇതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഹിബ്യനായ ശേഖേം യാക്കോബിൻ്റെ മകൾ മീഖളിനോട് അപമര്യാദയായി പെരുമാറിയതറിഞ്ഞ് ശിമയോനും ലേവിയും ശേഖേ നിവാസികളായ ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. ഹമോറിനെയും ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്ന് ദീനയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിലാണ് ഈ സംഭവം. തുടർന്ന് അവിടുത്തെ താമസം പ്രയാസമാണെന്ന് അറിഞ്ഞ് യാക്കോബ് കുടുംബത്തോടൊപ്പം ബഥേലിലേക്ക് പുറപ്പെട്ടു പോകുന്ന ഒരു ചിത്രം 35-ാം അധ്യായത്തിലുണ്ട്. ബഥേൽ ദൈവ അനുഭവത്തിൻ്റെ ഇടമാണ്. അതുകൊണ്ട് ബഥേൽ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടണം എന്ന ഒരു തിരിച്ചറിവിലാണ് യാക്കോബ് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ബഥേൽ ഒരു അനുഭവമായി എപ്പോഴും കൂടെ ഉണ്ടാവണം. ദൈവാനുഭവത്തിലേക്കൊന്ന് മടങ്ങി ചെന്ന് നിൽക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളോട് ഇടപെട്ട മുഖാന്തരങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം.
പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പുതിയ ദിവസം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സമർപ്പണത്തെ പുതുക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് വിവിധ മുഖാന്തരങ്ങളിലൂടെ ഇടപെട്ടതിനെ ഞങ്ങൾക്ക് ഓർക്കുവാൻ, ധ്യാനിക്കാൻ, ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറാത്ത കൃപയും സാന്നിധ്യവും നൽകി അടിയങ്ങളെ കാക്കണമേ. കുറ്റങ്ങളും കുറവുകളും ഒന്നും ഓർക്കരുതേ. എല്ലാവരോടും കൂടെ ഇരിക്കണം. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് വിശേഷമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിറവിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.